ഹായ്. അപ്പം ഞാനിന്ന് എൻ്റെ വീട്ടിലാണ് ട്ടോ. അപ്പോൾ ഇവിടുന്ന് രാവിലെ മുതലുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ ടൈം ഒരു 7 മണി 7:30 ആയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ ഇങ്ങനെ ചാറിയിട്ടൊക്കെ ഉണ്ട്. അപ്പം രാവിലെ തന്നെ ഇതാ കൊലായിക്ക് വന്നതാണ് കേട്ടോ. എണീച്ചിട്ട് രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നതാണ്. പിന്നെ അതിൻ്റെ ശേഷം ഒരു 7 മണി 7:30 ആകുമ്പോൾ എണീക്കണത്. അപ്പോൾ ഇവിടെ നിന്നാകുമ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ നിന്നാകുമ്പോൾ നമുക്ക് കുറച്ച് ടൈമും കൂടി രാവിലെയൊക്കെ കിടക്കാമല്ലോ. അവിടെ നിന്ന് ഇപ്പോൾ അത് നടക്കില്ല. അപ്പോൾ രാവിലെ ഇതാ തറവാടാണ് കേട്ടത്. അപ്പോൾ അമ്മ അവിടെ മുറ്റടിച്ചവരുണ്ട്. പിന്നെ രാവിലെ ഇതാ കാൽ ചായ കുടിക്കാൻ കേട്ടോ. അപ്പം അവിടെ നിന്നാകുമ്പോൾ എന്നും 5:30ക്ക് എണീക്കണം. പിന്നെ കാക്ക് 7:00ക്ക് പോകുമ്പോഴത്തേനും ചോറും കൂട്ടാനും ചായയും കടിയൊക്കെ ആവണമല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ വരുമ്പോൾ പിന്നെ രാവിലത്തെ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ടൈമും കൂടെ കിടക്കാമല്ലോ. അപ്പോൾ രാവിലെ ഞങ്ങളിവിടെ കാൽ ചായ എന്നിട്ട് പറയില്ല. ഞാൻ ചായക്ക് നമ്മൾ എന്തെങ്കിലും റസ്കോ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ പിന്നെ ബേക്കറി എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് ഒരു ചായ കുടിക്കുക. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കൽ. അപ്പോൾ ഇതാ ചായ കുടിക്കണം. പിന്നെ എൻ്റെ ഉപ്പാക്ക് ഇവിടെ കാൽ ചായക്ക് ഒന്നെങ്കിൽ റവായിട്ടുള്ള ഉപ്പുമാവോ അല്ലെങ്കിൽ പഴം പുഴുങ്ങിയതോ അത് അങ്ങനെ ഇട്ട് കുടിക്കൽ. ഞങ്ങൾ ബിസ്ക്കറ്റും പിന്നെ ബേക്കറി ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി കുടിക്കും. പിന്നെ ജനമോൾക്ക് ഇന്ന് രാവിലെയും കൂടെ ഉണ്ട് കേട്ടോ ഇഞ്ചക്ഷന്. അപ്പോൾ ഇന്നിപ്പോൾ കഴിയുമ്പത്തതൊക്കെ ഊരയിക്കാരം. ഇന്നത്തോടെ ഇഞ്ചക്ഷൻ കഴിയും. അപ്പോൾ ചെറുതായിട്ട് കുറവൊക്കെ ഉണ്ട്. എന്നാലും ചുമ നല്ല അങ്ങോട്ട് ഭേദമായിട്ടില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ ഇവിടെ എൻ്റെ മക്കൾ 4 മക്കളാണ് കേട്ടോ. ഞാനും എൻ്റെ എത്താത്ത പിന്നെ 2 അനിയന്മാരും കിട്ടാം. ഒരനിയന് കല്യാണം കഴിച്ചിരിക്കണം. പിന്നെ ഒരാൾ ഇവിടെ ഇല്ല കേട്ടോ, ഷാർജയിലാണ്. അവനും കല്യാണം കഴിക്കാനൊക്കെ ആയി തുടങ്ങിയിരിക്കണം. ഇൻഷാ അല്ലാഹ് ഇനി വന്നിട്ട് വേണം പെണ്ണൊക്കെ കെട്ടിക്കാൻ. അപ്പോൾ ഇപ്പോൾ പോയിട്ട് 1 വർഷം ആവണുള്ളൂ കേട്ടോ. അവൻ പോയിട്ട് അങ്ങനെ കാൽച്ചായ കുടിയൊക്കെ കഴിഞ്ഞിതാ ജനമോൾ പെന്നും ബുക്കൊക്കെ ആയിട്ട് എഴുതാതിരുന്നിക്കണം. പിന്നെ ഉമ്മ അതാ പുട്ടുപൊടിയിട്ട് പുട്ട് കണിട്ടെന്ന് പുട്ടും കടലക്കറിയുമാണ്. അപ്പോൾ അതിനുള്ള പൊടിയൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിൽ ഈ പാത്ര സ്റ്റാൻഡ് ഇവിടെ വെച്ച് അവിടെ നിന്ന് അയച്ചിട്ട് ചെറുതായിരുന്നു കേട്ടോ അത്. അപ്പോൾ വലുത് ഇപ്പോൾ പിന്നെ വലുത് വാങ്ങിയപ്പോൾ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് അത് അയച്ചതാണ്. പിന്നെ കടലക്കറിയൊക്കെ ദമ്മാം മസാലയൊക്കെ ഇട്ട് സെറ്റാക്കുന്നുണ്ട്. ഇപ്പം ഉള്ളിയും തക്കാളിയൊക്കെ അവിടെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടപ്പോൾ അതൊക്കെ അതിൽ ഇട്ടെടുക്കുകയാണ്. പിന്നെ പുട്ടുക്ക് ചെറുപഴമുണ്ട്. അപ്പോൾ മക്കൾക്ക് ചിലപ്പം കറി പറ്റൂല. അപ്പോൾ ചെറുപഴമുണ്ട്. അപ്പം അതുകൊണ്ട് കേട്ടോ. പിന്നെ അത് കാശ്മീരി മുളക് ഇവിടെ ഉണ്ടായതാണ്. എൻ്റെ ഉമ്മ ഇവിടെ ഉണ്ടാക്കിയത്. അപ്പം അതിൽ ഇങ്ങനെ പൗക്കണത് ഇങ്ങനെ നല്ല മൂത്ത് പഴുത്തതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് വെക്കുന്നത്. പിന്നെ ഉണക്കിയിട്ട് പൊടിക്കാനാണ് കേട്ടോ ഉമ്മാൻ്റെ ഒരു നിഗമനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മൂക്കണതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് ഉണക്കി വെക്കും. അപ്പോൾ അതാണ് കേട്ടോ അവിടെ. ഇപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജിലുണ്ട് വേറെയും കുറേയൊക്കെ. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഒരു കറിയൊക്കെ വെക്കുമ്പോൾ തേങ്ങ അരക്കണം കൊടുത്തില്ല അങ്ങനെ അരക്കും ചെയ്യും. പിന്നെ ഞങ്ങൾ അടുക്കള ഭാഗത്താണ് കേട്ടോ. നിറയെ വാഴത്തോട്ടമാണ്. അപ്പം വാഴത്തോട്ടം നമ്മളുടെ ഒന്നുമല്ല, അയൽവാസിത്തതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു തണുപ്പൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ഈ ഒരു മതിലിൻ്റെ ഇപ്പുറത്ത് തന്നെയുണ്ട് എൻ്റെ ഒരു ആപ്പാൻ്റെ വീട്. നടുവിൽ ഞങ്ങളെ വീട്, ഇപ്പുറത്ത് മറ്റേ ആപ്പാൻ്റെ വീട്. അപ്പോൾ ആമ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഒരു ആയി കാണിച്ചാണ് എന്നാണ്. ഇപ്പോൾ ഒരു ആയൊക്കെ കാണിച്ചു തരുന്ന ആൾ. അങ്ങനെ അതാ ഇനിയിപ്പോൾ ഈ ഇവിടെ എൻ്റെ താത്തയുണ്ട് കേട്ടോ വന്നിട്ട്. അപ്പോൾ താത്താക്ക് 2 കുട്ടികളാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെയാണ് അധികം അങ്ങനെ വരുമ്പോൾ വരല്. അപ്പോൾ ഞാൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവളെ വിളിക്കും. അങ്ങനെ അവൾ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ രണ്ടാളും കൂടെ ഉണ്ട് വരല്. അപ്പോൾ ഇന്ന് ചോറിൻ്റെ തീരുമാനങ്ങളൊക്കെ അപ്പോൾ ഇന്ന് ഉമ്മാക്കും ഞങ്ങളപ്പോൾ ഇങ്ങനെ കല്യാണമൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കല്യാണത്തിന് പോകും വേണം. അപ്പോൾ ഉമ്മതാ പുട്ടൊക്കെ ഒരു കുറ്റി അടുപ്പത്ത് വെച്ചിട്ട് കോഴിക്കളൊക്കെ വിട്ട് ഗോതമ്പൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ കിട്ടാത്ത ഇന്ന് പോവും. ഞാൻ നാളെ പോവും. പിന്നെ മറ്റന്നാൾ നബിദിനും പരിപാടിയൊക്കെ ആയിട്ട് പിന്നെ ബുധനും വ്യാഴമൊക്കെ മദ്രസയിൽ പെൺകുട്ടികൾക്കുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ അത് അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പം ഉമ്മാക്ക് പിന്നെ ഞങ്ങൾ വരുമ്പോൾ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഇന്ന് ഞങ്ങൾ പറഞ്ഞ് ബിരിയാണി നെയ്ച്ചോറൊന്നും വേണ്ട, നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആ ഒരു തീരുമാനത്തിലാണ്. അപ്പോൾ ഇതിന് പുട്ടൊക്കെ റെഡിയായി. ഇതാ കടലക്കറിയൊക്കെ വെന്ത്. ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങ അരച്ച് കൂട്ടാനുണ്ട് കേട്ടോ കടലക്കറിക്ക്. അപ്പോൾ ഞങ്ങൾ പറയാം ഇപ്പോൾ ഇടയ്ക്ക് കല്യാണം പരിപാടി ആയിട്ട് അങ്ങനെ ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ നമ്മൾ തിന്നണം. പിന്നെ ഇടയ്ക്ക് നമ്മളെ വീട്ടിലും ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ നാത്തൂനാണ് കേട്ടോ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതാ പുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് മുറ്റടിക്കാൻ ഇറങ്ങി. ഞങ്ങൾ അടിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞപ്പോൾ മുന്നെ അടിക്കുന്നു കേട്ടോ. ഇപ്പം ഇതിൻ്റെ പൊതിച്ചോറിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അതിന് മാന്തളുണ്ട്, മീൻ, പിന്നെ കേബേജ് ഉപ്പേരിയും പിന്നെ അതേപോലെ ബീൻസും ക്യാരറ്റും അതും ഉപ്പേരി അങ്ങനെ വെക്കണം. അപ്പോൾ കറി വെക്കാൻ ഓമക്കായ ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഞങ്ങൾ ബേക്ക് ഭാഗത്തുള്ള ചെറിയ ഓമക്കായ മരമുണ്ട്. അപ്പോൾ അതിമുണ്ട്. അപ്പോൾ ഉമ്മ അതിമെന്ന് പൊട്ടിക്കണ്ട മറ്റേ മരത്തിമെന്ന് പൊട്ടിച്ചോന്നാണ്. അപ്പോൾ എനിക്ക് മറ്റേ മരത്തിനൊക്കെ എത്തൂല കേട്ടോ. അപ്പോൾ ഇതിമേലും നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കാമല്ലോ. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഉണ്ടായത് തന്നെ. അപ്പോൾ ഞാൻ അതിമെന്നൊന്ന് പൊട്ടിച്ചിങ്ങാണ്ട് കൊണ്ടുപോയിട്ടാണ്. പൊട്ടിച്ചതിന് ശേഷം അമ്മനോട് പറഞ്ഞു ഞാൻ അതിമെന്നാണ് പൊട്ടിച്ചതെന്ന്.
അപ്പോൾ അത് ഉമ്മ പറഞ്ഞ് അത് പൊക്കാൻ വേണ്ടിയിട്ട് വെച്ചത് ഇങ്ങനെ ആദ്യമായിട്ട് ഉണ്ടായതില്ല ഞാനിപ്പോൾ പിന്നെ ചെറുതാണ്ട് പൊട്ടിച്ചത് അങ്ങനെ പിന്നെ അതൊക്കെ മുറിച്ച് ഒന്ന് കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ചത് ഓമക്കായ കറിയും പിന്നെ ഉപ്പേരി ഉണ്ടായിട്ടുണ്ട് പിന്നെ അതേപോലെ എൻ്റെ നാത്തൂൻ്റെ സ്പെഷ്യൽ ചെള്ളി ചമ്മന്തി ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ചെള്ളി ചമ്മന്തി ഉണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ട് പിന്നെ പപ്പടം അച്ചാർ മുട്ട പൊരിച്ചത് മാന്തൾ പൊരിച്ചത് അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ചായ കുടിക്കണ്ട അപ്പം പുട്ടും കടലക്കറിയൊക്കെ സെറ്റ് ആയിരിക്കണം പിന്നെ ഗോതമ്പത്തിൻ്റെ പുട്ടും ഒരു കുറ്റി ചുട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചായ കൂടി കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇനി ചോറിനുള്ള കൂട്ടാൻ്റെ പരിപാടിയൊക്കെ നോക്കാൻ അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ ഇവിടെ അടുപ്പത്തിട്ടിട്ടുണ്ട് തിളച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് അപ്പം ഇനി ചായയും കടിയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് കൂട്ടാനും കാര്യങ്ങളും അപ്പം ഉമ്മാക്കും ആൾക്കും ഒന്ന് കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ അവർ കല്യാണത്തിനും പോവും അപ്പോൾ ഉമ്മാൻ്റെ കൂടെ മിച്ചുമോളും പോകുന്നുണ്ട് കേട്ടോ കല്യാണത്തിന് ഇവിടെ വന്നാൽ പിന്നെ മിച്ചുമോൾക്ക് ഉമ്മാനായി പറ്റുള്ളൂ അവൾ മദ്രസയിൽ ചേർത്തതിന് ശേഷമാണ് പിന്നെ ഇങ്ങോട്ട് അങ്ങനെ വരാത്ത മറ്റേ സ്കൂൾ പൂട്ടിയാലും ഓണപ്പൂട്ട് ക്രിസ്മസ് പൂട്ട് അങ്ങനെയുള്ള പൂട്ടിനൊക്കെ മിച്ചു ഇവിടെ തന്നെ ഉണ്ട് വരൽ ഇങ്ങോട്ട് വരും നിൽക്കാൻ ഇവൾക്ക് ഇവിടെ വന്നാൽ എൻ്റെ ഉമ്മാനെ കിട്ടിയാൽ മതി അവൾക്ക് ഉമ്മാൻ്റെ കൂടെ എല്ലായിടത്തേക്കും പോക്കും വരവും ഒക്കെ കേട്ടോ അങ്ങനെ ഇപ്പോൾ മദ്രസയിൽ ചേർത്തതിന് ശേഷം ഇപ്പം അങ്ങനെ വരലില്ല മദ്രസ അങ്ങനെ ലീവ് ഉണ്ടാവില്ലല്ലോ സ്കൂളും മദ്രസും ഒപ്പമായിട്ട് അങ്ങനെ ഉണ്ടാവുമ്പോൾ അങ്ങനെ വരും ചെയ്യും അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ഇതിന് ചോറിനും അരിയൊക്കെ ഇട്ടുകൊടുത്തിന് ചോറൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട് അങ്ങനെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ തത കഴുകണം കേട്ടോ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ മേലത്തെ വീട് പണിക്ക് ബാക്കി പണി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കട്ടകളൊക്കെ ഇറക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആങ്ങളെയും അവൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട് ഇറക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കി അവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ഓരോന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനിതാ ഓമക്കായൊക്കെ കുക്കറിലിട്ട് കൊടുത്തിന് അതൊക്കെ വെന്തായിട്ട് തേങ്ങ കരച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ആ കുക്കറിൽ തന്നെ ഒഴിച്ച് കൊടുത്തപ്പം ഉമ്മ പറയുക വേറെ പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നു അതിലിങ്ങനെ നിറഞ്ഞു നിന്നപ്പോൾ അപ്പോൾ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കിയാണ് ഇനിയിപ്പോൾ ഒന്ന് കടുക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നു ചുവന്നമുളകും വേപ്പിൻ്റെ ഇലയും കടുകും കൂടെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കറി അപ്പോൾ കറി റെഡിയായി ഇനിയിപ്പോൾ ഉപ്പേരികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പേരികളൊക്കെ ഇനി പരിയുണ്ട് ബീൻസും ക്യാരറ്റും കൂടെ ഒന്നിച്ചിട്ടാണ് ഉപ്പേരി വെക്കുന്നത് പിന്നെ ക്യാബേജും ഉണ്ട് അപ്പം നാത്തൂർക്ക് അതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാനിൻ്റെ അത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് മീൻ കൂടെ അപ്പം അതൊന്ന് അരിഞ്ഞു കൊടുക്കണം ക്യാരറ്റും പിന്നെ ബീൻസും കൂടെ അരിഞ്ഞത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതിൻ്റെ ശേഷമാണ് പിന്നെ ചെള്ളി ചമ്മന്തി ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ചെള്ളിയൊക്കെ കഴുകി ഒന്ന് വറുത്ത് വെച്ചിട്ട് പിന്നെ അതിലേക്ക് ചുവന്നമുളകും വേപ്പിൻ്റെ ഇലയും ചെറിയ ഉള്ളിയും തേങ്ങയും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് ചോറൊക്കെ വെന്ത് അമ്മ ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി പിന്നെ ബാക്കി ഇനിയിപ്പോൾ കാബേജൊക്കെ അരിഞ്ഞ് വിത്താതെ മീൻ മുറിക്കുന്നുണ്ട് മാന്തളാണ് മീൻ ചെറിയ മാന്തളും വലുതും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു 11 മണി 11:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന പുഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുത്ത് ഒന്ന് കട്ട് ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ ആങ്ങളെ വന്നിട്ട് കട്ട് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ അവന് അതൊക്കെ കട്ട് ചെയ്ത് ഓരോ കഷ്ണമൊക്കെ അങ്ങനെ അത് തിന്ന് ബാക്കി ഇനിയിപ്പോൾ ചോറിനെല്ലാം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചെള്ളി ചമ്മന്തി പിന്നെ നാത്തൂന് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ കൂട്ടാൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയപ്പോൾ ഈ ഇപ്പാൻ്റെ കൂടെ ചെന്നമോൾ ഉപ്പയും കൂടെ വായൻ്റെലൊക്കെ പോയി വെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് പിന്നെ ചോറും പരിപാടികളൊക്കെ അവിടെ സെറ്റ് ചെയ്യണം ഇനിയിപ്പം എല്ലാവരും കുളിക്കാനും ഒക്കെ പോവുകയാണ് അപ്പോൾ ജനമോൾക്ക് എണ്ണ തേച്ച് കൊടുക്കലില്ല കേട്ടോ അപ്പോൾ പനിയും ചുമ ഇതൊക്കെ ആയിട്ട് വെറുതെ ഇങ്ങനെ തല നനച്ച് നിന്ന് കുളിപ്പിക്കുള്ളൂ അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മുന്നേ ഇപ്പോൾ ഞങ്ങൾ പൊതിച്ചോറ് പൊതിഞ്ഞ് കുറച്ച് നേരം ഇരിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇലയൊക്കെ വാട്ടി ഓരോരുത്തർ കയ്യിലിങ്ങനെ ഓരോ ഇലയിലിങ്ങനെ ചോറും കൂട്ടാനുകളൊക്കെ വെക്കുകയാണ് അപ്പോൾ അതൊക്കെ പൊതിഞ്ഞ് വെച്ചതിന് ശേഷം ഇപ്പോൾ കുളിക്കാൻ പോകുന്നത് അപ്പോഴത്തേനൊന്ന് റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കണം കേട്ടോ എല്ലാതും സെറ്റ് ആയിക്കണം മുട്ട പൊരിച്ചിട്ടുണ്ട് പിന്നെ ഉപ്പേരി ക്യാരറ്റും ബീൻസും ഉപ്പേരി റെഡി ആക്കണം പിന്നെ അതേപോലെ മാന്തൾ പൊരിച്ചതും കേബേജ് ഉപ്പേരിയും പിന്നെ ചമ്മന്തിയും കേട്ടോ പിന്നെ പപ്പടം പൊരിച്ചതും ഉണ്ട് അച്ചാറും പറഞ്ഞിട്ടുള്ളത് അച്ചാർ മാങ്ങയും നെല്ലിക്കയും കൂടെയുള്ള അച്ചാറാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഇട്ട അച്ചാർ ഞാനും ഇങ്ങോട്ട് ഉമ്മാക്കൊരു കുപ്പി കൊടുന്ന് കൊടുത്തിരുന്നു അപ്പോൾ അച്ചാറും ഉണ്ട്
ഇവിടെ പിന്നെ അങ്ങനെ അല്ലാതെ അച്ചാറൊന്നും ഇപ്പം ആരും കൂട്ടാനും ഇവിടെ ഇപ്പം ഉമ്മയും നാത്തൂനും മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പം അച്ചാറൊന്നും കൂട്ടൂല. അപ്പോൾ ഒരു രണ്ടാളെ അപ്പം അച്ചാറിനൊന്നും ഇവിടെ വലിയ ചിലവൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഇങ്ങനെ ഞങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ കൂട്ടും. പിന്നെ തക്കാളി കൂട്ടാനും ഉണ്ട് കേട്ടോ. തക്കാളി കൂട്ടാൻ ഉണ്ടാക്കിയത് അപ്പോൾ നാത്തൂനിക്ക് ഓമക്കായ കറി കൂട്ടൂല. അപ്പോൾ പിന്നെ അവൾക്ക് തക്കാളി കൂട്ടാനും ഉണ്ട് കുറച്ച് ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ അതും എല്ലാവരെയും കുറേശ്ശെ അതും വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ ഓരോരോ ഇലയിലും ചോറും കൂട്ടാനൊക്കെ ഇങ്ങനെ റെഡിയാക്കുകയാണ്. എല്ലാ ഇലയിലും ചോറും കൂട്ടാനൊക്കെ വെച്ച് ഇതാ പൊതിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ പൊതിഞ്ഞിട്ട് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. വായൻ്റെ നാര് വെച്ചിട്ട് തന്നെ കേട്ടോ കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ജന്നമോൾക്ക് ഇതാ ചെറിയ ഇലയിൽ കുറച്ച് ചോറും കൂട്ടാനൊക്കെ ആക്കിയിട്ടുള്ളൂ. ചോറ് പൊതിയലൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും കുളിക്കാനൊക്കെ പോയിട്ടാണ്. അങ്ങനെ എല്ലാവരും പുളിയൊക്കെ കഴിഞ്ഞ് ഇതാ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഇരിക്കേണ്ട. പൊതിച്ചോറ് തിന്നായിരിക്കുള്ള ഒരു ആകാംക്ഷയാണ്. അപ്പോൾ പൊതിയൊക്കെ ഇങ്ങോട്ട് തുറക്കുമ്പോൾ അയ്യോ എന്താ സ്മെല്ല്. അപ്പോൾ എൻ്റെ പൊതി തന്നെ തുറക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം എല്ലാ കൂട്ടാനുകളും കൂടി ഒന്നിച്ച് ഇങ്ങോട്ട് കുഴച്ചിട്ട് പപ്പടമൊക്കെ ഇങ്ങോട്ട് തണുത്തിട്ട് ഇങ്ങനെ ചോറ് ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പം കേബേജ് ഉപ്പേരിയും പിന്നെ ബീൻസും ക്യാരറ്റും അതേപോലെ ചമ്മന്തി, തക്കാളി കൂട്ടാൻ, അച്ചാറ്, മുട്ട പൊരിച്ചത്, പപ്പടം, മീൻ എല്ലാം കൂടി വെച്ചിട്ട് ഒന്നിങ്ങോട്ട് കുഴച്ചിട്ട് അങ്ങോട്ട് തിന്നുന്നുണ്ട്. നല്ല ടേസ്റ്റിനായിട്ടാണ്. അടിപൊളിയാണ്. ബിരിയാണി നെയ്ച്ചോറൊക്കെ മാറി നിൽക്കണം കേട്ടോ. നമ്മൾ ഈ പൊതിച്ചോറ് അതേപോലെ സദ്യ ഒക്കെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നത് ആ ചോറൊക്കെ തിന്ന് മിച്ചില്ല കേട്ടോ. മിച്ചും ഉമ്മാൻ്റെ കൂടെ കല്യാണത്തിന് വയ്ക്കണം. അപ്പം നീ ചോറ് എന്നിട്ട് കാണാം കേട്ടോ. ജന്നമോൾ എല്ലാവരും ഇലയ്ക്കും നോക്കണ്ട. അത് അവളെ ഇലയത്തെ അതേ കൂട്ടാൻ എല്ലാവരും ഇതിലും ഉണ്ടാകുന്നുള്ളത് നോക്കണം. അങ്ങനെ ചോറുന്നലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇതാ സ്പീക്കറിൽ പാട്ടൊക്കെ കേട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അവിടെ പിള്ളേർ ഡാൻസൊക്കെ കളിക്കാൻ. അപ്പോൾ ഇവിടെ വന്നാൽ പിന്നെ ഈ ഒരു സ്പീക്കറിൽ പാട്ടിട്ടിട്ട് മക്കൾ ഡാൻസൊക്കെ കളിക്കട്ടെ. ജന്നമോൾക്ക് ഇവിടെ വന്നാൽ പിന്നെ അത് കിട്ടണം. എന്നിട്ട് പിന്നെ അവളിങ്ങനെ കളിക്കും ചെയ്യും. അപ്പോൾ അത് കട്ടുമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജന്നമോൾ അയിമ പിടിച്ച് ഇങ്ങനെ ഓരോന്നിങ്ങനെ നെക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കട്ടിൻ്റെ ചോട്ടക്ക് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആങ്ങള വണ്ടി ഭ്രാന്തനാണ് കേട്ടോ. അപ്പോൾ അത് എ സിമ്മലും കൂടി കാറിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത്. പിന്നെ അത് റൂമിൽ മൊത്തം കാറിൻ്റെ പല ഐറ്റം കാറിൻ്റെയും സ്റ്റിക്കറുകളാണ് കേട്ടോ. ഈ ഒരു മൂലയിൽ ഇത് നിറച്ച്. പിന്നെ അതേപോലെ അപ്പുറത്തും ഒക്കെ ഉണ്ട് കേട്ടോ. വെറും വണ്ടി ഭ്രാന്തനാണ്. പിന്നെ അതായത് എൻ്റെ നാത്തൂന് മീഷോന്ന് വാങ്ങിയത് കേട്ടോ മുടി സ്ട്രെയിറ്റ് ചെയ്യണ ഇത്. അപ്പോൾ ഇത്താത്താനും മോൾക്ക് ഇതാക്കി കൊടുക്കണമെന്നാലും അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇതാവണില്ല. എന്നാലും ചെറുതായിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ ഒക്കെ അങ്ങനെ ഒക്കെ ഒന്ന് ഇതാക്കി റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് എന്താ ഇപ്പോൾ ഈ കാട്ടണതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കാറ് എല്ലായിടത്തും കാറ് തന്നെ കേട്ടോ റൂമിൽ വെച്ചിരിക്കണത്. വണ്ടി ഭ്രാന്തനായതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുത്ത കൂട്ടത്തിൽ നാത്തൂന് ഇതാ ഒരു കാറും കൊടുത്തിട്ടുണ്ട് ഗിഫ്റ്റായിട്ട്. അടിപൊളി കാറാണ് കേട്ടോ. പിന്നെ ജന്നമോൾക്ക് ഇവിടെ വന്നാൽ അതൊക്കെ എടുക്കും. എന്നാലും ഒന്നും കേട് വരുത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബായ്.